വി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഇപ്പൊ തിയേറ്റർ റിലീസായിട്ട് വന്നിട്ടുള്ള മൂവിയാണ് പ്രതിച്ഛായ. അതിൽ നമ്മുടെ നിവിൻ പോളി, ബാലേന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, മണിയമ്പിള്ള രാജു, ആൻ അഗസ്റ്റിൻ, അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ആണ് സിനിമയ്ക്കകത്തുള്ളത്. സിനിമ റൈറ്റ് ചെയ്തിട്ടുള്ളതും നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. സിനിമ ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ്, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ക പൊളിറ്റിക്കൽ മൂവിയാണ്. നമ്മുടെ ഈ കേരളത്തിലെ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം അതുപോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു മൂവിയാണ്. പിന്നെ എനിക്കതില് ആർക്കിട്ടോ അങ്ങനെ കുത്തിയതായിട്ടോ അങ്ങനെ ആർക്കിട്ടോ അങ്ങനെ എന്താ പറയാ പ്രത്യേകം ഒരു പാർട്ടിയെ ലക്ഷ്യം വെച്ച് അങ്ങനെ പറയുന്നതായിട്ടൊന്നും എനിക്ക് സിനിമ അങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലാം ആ ഒരു രീതിക്ക് തന്നെ ഒരു പൊളിറ്റിക്കൽ ഒരു സിനിമ എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് പറഞ്ഞു പോകുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതിൽ ആർക്കിട്ട് അങ്ങനെ കുത്തുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല. ഒരു സിനിമാറ്റിക് രീതിക്ക് തന്നെയാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടു ചില പാർട്ടികളെ കുത്താനാണ് അങ്ങനെയൊക്കെ. എനിക്ക് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. കറക്റ്റ് ഒരു സിനിമാറ്റിക് രീതിക്ക് തന്നെയാണ് ആ സിനിമ പോയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ത്രില്ലിംഗ് പരിപാടിയും, പക്ഷെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് സിനിമ. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. നമ്മൾ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത്രയും പ്രെഡിക്റ്റബിൾ ആണ് സിനിമയിലെ സ്റ്റോറി. ഇന്റർവെൽ വരെ, അതിനുശേഷമാണ് പിന്നെയും കുറച്ച് മാറ്റം വരുന്നത്. അതുവരെ പക്ക പ്രെഡിക്റ്റബിൾ ആണ് സിനിമ പോകുന്നത്. പിന്നെ ബാലേന്ദ്ര മേനോനൊക്കെ അടിപൊളിയായിരുന്നു, കിടിലം പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ നിവിൻ പോളി ആയാലും നമ്മുടെ ബാലേന്ദ്ര മേനോനായാലും ഷറഫുദ്ദീൻ ആയാലും എല്ലാവരും കിടിലം പെർഫോമൻസ് ആയിരുന്നു. ബാലേന്ദ്ര മേനോനൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ബാലേന്ദ്ര മേനോൻ വന്നിട്ടുള്ളത്, നമ്മുടെ നിവിൻ പോളി അച്ഛനായിട്ടാണ്. അപ്പോൾ കിടിലം പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ. എൻ്റെ അകത്ത് നല്ല രസം. കുറെ നാൾക്ക് ശേഷമാണ് ബാലേന്ദ്ര മേനോൻ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സിനിമയ്ക്കകത്ത്. നിവിൻ പോളി അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ ഒരു വില്ലനായിട്ടാണ് സിനിമയ്ക്കകത്തുള്ളത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗോകുലം ഗോപാലനാണ്. പിന്നെ കോ പ്രൊഡ്യൂസർ ബൈജു ഗോപാലൻ, പിന്നെ VC പ്രവീൺ, പിന്നെ വി ഉണ്ണികൃഷ്ണൻ ഒരു പ്രൊഡ്യൂസറാണ് സിനിമയ്ക്കകത്ത്. പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ജസ്റ്റിൻ വർഗീസ് എന്ന് പറയുന്ന പുള്ളിയാണ്. സിനിമോട്ടോഗ്രഫി ചന്ദ്രു സെൽവരാജ്, പിന്നെ എഡിറ്റർ മനോജ്. പക്ഷെ എനിക്ക് ഏറ്റവും സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ BGMs ആണ്. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പൊളിറ്റിക്കൽ മീൻസ് ഒരു പൊളിറ്റിക്കൽ മൂവിക്ക് പറ്റിയ കുറച്ച് BGMസും കാര്യങ്ങളും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ. അതുപോലത്തെ മ്യൂസിക് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളും ഉണ്ട്. എന്നാൽ പോലും നിവിൻ പോളിയുടെ ഇൻട്രോയ്ക്കും ഒരു മാസ് സിനിമയ്ക്കൊക്കെ ഉള്ള ഒരു അപ്പീൽ ഉണ്ടല്ലോ. ഒരു മാസ് സിനിമയ്ക്ക് പറ്റിയ ഒരു എന്താ പറയുക, ഒരു എവല്യൂഷൻ BGM ഒക്കെ ഉണ്ടല്ലോ, ഒരു മാസ് മൂവിക്ക് പറ്റിയ ആ ടൈപ്പാണ് ഈ സിനിമയ്ക്ക് അത് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പൊളിറ്റിക്കലുള്ള സാധനങ്ങൾ കൊടുക്കാതെ, അങ്ങനത്തെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നത് പല സ്ഥലത്തും അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ടൈപ്പ് BGMs നല്ല രീതിക്ക് ആ സിനിമയിൽ സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ടൈപ്പ്, ഒരു എന്താ പറയുക മാസ് ടൈപ്പ് BGMs ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നല്ല സ്യൂട്ടായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സിനിമയ്ക്കകത്ത് നല്ല രീതിക്ക് ആ ഒരു സീൻസിനൊക്കെ സ്യൂട്ടായി ആ ഒരു BGM. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് അങ്ങനെ പറയാൻ മാത്രമുള്ള വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയങ്ങളും പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ, ഒരു ഡ്രാമ മൂവിയാണ്. ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ പൊളിറ്റിക്സ്, പിന്നെ അങ്ങനെ എന്താ പറയാ തൊഴുത്തിക്കുത്ത് ഒക്കെ ഉണ്ടല്ലോ. അയാളുടെ കൂടെ നിന്നിട്ടുള്ള തൊഴുത്തിക്കുത്ത്, പിന്നെ എതിർ പാർട്ടിയിലെ ഓരോ കാര്യങ്ങള്, പിന്നെ പാർട്ടിക്കകത്തുള്ള കുറെ കോഴ, അങ്ങനെ നമ്മളൊരു പൊളിറ്റിക്കൽ സിനിമയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കുക അതൊക്കെ ആ ടൈപ്പിൽ തന്നെയാണ് ഈ സിനിമ. പക്ഷെ ഒരുപാടൊക്കെ കോംപ്ലിക്കേറ്റഡ് അല്ല, ഒരുപാട് പറ്റിയ സംഭവം ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളൊന്നുമല്ല. ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറച്ചിലാണ് സിനിമയ്ക്കകത്ത്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് ബി ഉണ്ണികൃഷ്ണന്റെ എനിക്കൊന്ന് കുറച്ചാൾക്ക് പക്ഷെ പടത്തിന്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവി ഇതാണ്. ഒരു പൊളിറ്റിക്കൽ പടം ഇത്ര ഇതായിട്ട് എടുക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ പൊളിറ്റിക്കൽ മൂവി പുള്ളി എങ്ങനെ ആയിരിക്കും എടുക്കുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാൾ വെച്ച് ഒരു അത്യാവശ്യം കൊള്ളാതുള്ളൊരു മൂവിയായിരുന്നു പ്രതിച്ഛായ. ഇതിനകത്തൊരു മെയിൻ ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട്, ആളുകളല്ല പ്രതിച്ഛായയാണ് ഇപ്പോ പാർട്ടിയിൽ വേണ്ടത്. രാഷ്ട്രീയത്തിൽ ഇപ്പൊ നോക്കുന്നത് പ്രതിച്ഛായകളാണ്, അല്ലാതെ ആളുകളെ അല്ല എന്നുള്ളത്. മീൻസ് സത്യമായിട്ടുള്ളൊരു കാര്യം അവരങ്ങനെ ആ സിനിമയിൽ പറഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ ആ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ എല്ലായിടത്തും എല്ലാ ഇതിനും പ്രതിച്ഛായകളാണ് മെയിൻ ആയിട്ടുള്ളത്. അത് കാത്തു സൂക്ഷിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എല്ലാവരും നോക്കുന്നത്. അല്ലാതെ ആളുകൾക്കൊന്നും ഇപ്പൊ പ്രധാനമൊന്നുമില്ല ഏതിലാണെങ്കിലും. അത് പോട്ടെ, അത് വേറെ കുറെ കാര്യങ്ങൾ, അത് പോട്ടെ. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ചുമ്മാ ജസ്റ്റ് സിമ്പിളായിട്ട് പോയി കണ്ടുകൊണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു മൂവി. ജസ്റ്റ് ഒന്ന് വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ സിനിമ കാണുമ്പോൾ തോന്നാം. പക്ഷെ എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിക്ക് എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആരെ ഇങ്ങനെ ഒരു പാർട്ടിക്കിട്ട് പ്രത്യേകം കുത്തുന്നത് പോലെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും രാഷ്ട്രീയം എന്താണ്, ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയം എന്താണ്, അത് എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള മൂവി തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.